വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് സമസ്ത മുഖപത്രം. SNDP യോഗത്തെ ഹൈജാക്ക് ചെയ്യുന്നതിലൂടെ RSSന് ഒളിസേവ ചെയ്യുകയാണ് വെള്ളാപ്പള്ളി നടേശനെന്ന് സമസ്ത മുഖപത്രമായ സുപ്രഭാതം പത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നു. LDFും UDFും രാജ്യസഭാ സീറ്റുകൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വിളമ്പി എന്ന പ്രയോഗം നേരത്തെ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈഴവർക്ക് അവകാശപ്പെട്ട അവകാശങ്ങൾ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ കവർന്നെടുക്കുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത SNDP യോഗം ജനറൽ സെക്രട്ടറി കൂടിയായ വെള്ളാപ്പള്ളി നടേശനുണ്ടെന്നും അത് ചെയ്യാതെ സംഘപരിവാറിന്റെ നുണ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളെ നാണിപ്പിക്കും വിധമുള്ള അവാസ്തവങ്ങൾ കൊണ്ട് പൊതുസമൂഹത്തിൽ ഛിദ്രത തീർക്കുകയാണ് വേണ്ടത് എന്നും മുഖപ്രസംഗം വിമർശിക്കുന്നു. രാജ്യസഭയിലെ പ്രാതിനിധ്യം പരിശോധിക്കുന്ന വെള്ളാപ്പള്ളി നടേശന് മുന്നിലേക്ക് ലോക്സഭാ അംഗങ്ങളുടെയും കേരള മന്ത്രിസഭയിലെ പ്രാതിനിധ്യത്തിന്റെയും കണക്കുകൾ മുഖപ്രസംഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ആകെ 3 മുസ്ലിം അംഗങ്ങൾ മാത്രമാണ് ലോക്സഭയിലുള്ളത്. കേന്ദ്ര ക്യാബിനറ്റിൽ ഒരു മുസ്ലിം പോലുമില്ല. അതുപോലെ കേരള മന്ത്രിസഭയിൽ ആകെയുള്ളത് 2 മുസ്ലിം മന്ത്രിമാരാണ്. ശേഷം രാജ്യത്തെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസപരവും സാമൂഹികപരവുമായ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഉദ്ധരിച്ച മുഖപ്രസംഗം കുറച്ചുകൂടി കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ളവരെ അപേക്ഷിച്ച് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർ കുറവാണ് എന്നും ഒരു സർക്കാർ വകുപ്പിലും 13% പ്രാതിനിധ്യം മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നും സുപ്രഭാതം മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈഴവരും മുസ്ലിങ്ങളും കേരളത്തിൽ ഒരുപോലെ പിന്നാക്കാവസ്ഥ നേരിടുന്നവരാണെന്നും ഇരുവിഭാഗങ്ങൾക്കും അർഹതപ്പെട്ട അവസരങ്ങൾ ശരിക്കും ആരാണ് തട്ടിയെടുക്കുന്നതെന്ന് മനസ്സിലാക്കാതെയാണ് സവർണ സമുദായങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളാപ്പള്ളിയുടെ വിടുപണിയെന്നും സുപ്രഭാതം വിമർശിക്കുന്നുണ്ട്. കേരളത്തിന്റെ ജനസംഖ്യയുടെ 14% നായന്മാരുള്ളത്, 23% ഈഴവർ. എന്നാൽ അധികാരത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിലും സ്വകാര്യ മേഖലയിലും സവർണ ആധിപത്യം തുടരുകയാണ്. ഈ അന്തരവ് തുലനം ചെയ്യാൻ വെള്ളാപ്പള്ളിക്ക് ധൈര്യമുണ്ടോ എന്നാണ് സുപ്രഭാതം ചോദിക്കുന്നത്. അതിന് തയ്യാറാണെങ്കിൽ ആരാണ് ഈഴവരുടെയും ദളിതരുടെയും മുസ്ലിങ്ങളുടെയും പിന്നാക്ക ക്രൈസ്തവരുടെയും അവസരം തട്ടിയെടുക്കുന്നത് എന്ന് മനസ്സിലാക്കാനും എന്നും അതിനൊന്നും തയ്യാറാകാതെ മുസ്ലിം വിരുദ്ധത ഈഴവരിലേക്ക് കൂടി പടർത്താനാണ് വെള്ളാപ്പള്ളിയുടെ കുടിലതന്ത്രമെന്നും മുഖപ്രസംഗം വിമർശിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി പേടി ആർക്കൊക്കെ എന്ന തലക്കെട്ട് നൽകിയ സമസ്ത മുഖപത്രത്തിന്റെ മുഖപ്രസംഗം ശ്രീനാരായണ ഗുരുവിന്റെ വചനത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഈ ലോകം സത്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് കള്ളം പറയരുത്, സത്യം മാത്രം പറയുക. ശ്രീനാരായണ ഗുരു. കാലങ്ങളായി അസത്യവും അർത്ഥസത്യങ്ങളും മാത്രം പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവിനു കൂടി ബാധകമാണ് ഇവിടെ ഉദ്ധരിച്ച ഗുരുവചനം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മുഖപ്രസംഗം ആരംഭിക്കുന്നത്. അതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: എല്ലാ മതങ്ങളുടെയും സന്ദേശം സത്യമാണെന്ന് ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള സംഘടനയുടെ തലപ്പത്തിരുന്നാണ് വർഗീയതയുടെ മേമ്പൊടി ചേർത്ത അസത്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം വമിപ്പിക്കുന്നത്. കേരളത്തിൽ LDFും UDFും അവരുടെ രാജ്യസഭാ സീറ്റുകൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വീതം വെച്ചുവെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിദ്വേഷ പരാമർശം. ഈഴവർക്ക് അവകാശപ്പെട്ട പദവികളോ അവസരങ്ങളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ തട്ടിയെടുക്കുന്നുവെന്ന പറച്ചിലിൽ വല്ല വാസ്തവവും ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത SNDP ജനറൽ സെക്രട്ടറി കൂടിയായ വെള്ളാപ്പള്ളി നടേശനുണ്ട്. അല്ലാതെ സംഘപരിവാറിന്റെ നുണ ഉൽപാദക ഫാക്ടറികളെ നാണിപ്പിക്കും വിധമുള്ള അവാസ്തവങ്ങൾ കൊണ്ട് പൊതുസമൂഹത്തിൽ ഛിദ്രത തീർക്കുകയല്ല വേണ്ടത്. രാജ്യസഭയിലെ മുസ്ലിം പ്രാതിനിധ്യ കണക്കെടുക്കുന്ന വെള്ളാപ്പള്ളി സംസ്ഥാനത്ത് നിന്നുള്ള ലോക്സഭാംഗങ്ങളുടെ കണക്കുകൂടി പരിശോധിക്കണം. 3 മുസ്ലിങ്ങൾ മാത്രമാണ് ഇത്തവണ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 140 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ 15% വരും മുസ്ലിങ്ങൾ. പേരിനെങ്കിലും ഒരു മുസ്ലിമിനെ ഇത്തവണ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ NDA സർക്കാർ തയ്യാറായോ? 3.5 കോടി വരുന്ന സംസ്ഥാന ജനസംഖ്യയിൽ 26.56% മുസ്ലിം പ്രാതിനിധ്യം. എന്നിട്ടും 21 അംഗ സംസ്ഥാന മന്ത്രിസഭയിൽ 2 പേർ മാത്രമാണ് മുസ്ലിമുകൾ. വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക സാമ്പത്തിക മേഖലകളിലും മുസ്ലിമുകളുടെ അവസ്ഥ വ്യക്തമാക്കുന്ന ആധികാരിക രേഖയാണ് സച്ചാർ സമിതി റിപ്പോർട്ട്. 2001 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ സമിതി നടത്തിയ പഠനത്തിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മുസ്ലിമുകളുടെ എണ്ണം ഹിന്ദു വിഭാഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ തുലോം കുറവാണെന്ന് കണ്ടെത്തുകയുണ്ടായി.
ഒരു സർക്കാർ വകുപ്പിലും 13%-ലധികം പ്രാതിനിധ്യം മുസ്ലിമുകൾക്കില്ല. വാസ്തവം ഇതാണെന്ന് അറിഞ്ഞിരിക്കെയാണ് തങ്ങളുടെ അവസരങ്ങളെല്ലാം മുസ്ലിമുകൾ തട്ടിക്കൊണ്ടുപോയെന്ന വെള്ളാപ്പള്ളിയുടെ കള്ളക്കരച്ചിൽ. ഈഴവരെ പോലെ തന്നെ കാലങ്ങളായി വിവേചനം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ മുസ്ലിം സമുദായവും. ജനസംഖ്യാനുപാതികമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെല്ലാം ഇരുവിഭാഗങ്ങളിൽ നിന്നും മറ്റു പലരും തട്ടിയെടുക്കുകയാണ്. ഈ യാഥാർത്ഥ്യം അറിയാതെയാണോ ഈഴവർക്കെന്ന വ്യാജേന സവർണ സമുദായങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളാപ്പള്ളിയുടെ വിടുപണി? RSSനുള്ള ഒളിസേവയാണ് ഈഴവ സമുദായത്തെ ഹൈജാക്ക് ചെയ്യുക വഴി നടേശൻ നടത്തുന്നത്. സംസ്ഥാന ജനസംഖ്യയിൽ 23% വരും ഈഴവർ. നായർ പ്രാതിനിധ്യമാകട്ടെ 14%. എന്നാൽ അധികാരത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിലെ സവർണാധിപത്യവും സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെയുള്ള നായർ പ്രാതിനിധ്യവും തുലനം ചെയ്യാൻ വെള്ളാപ്പള്ളി നടേശന് ധൈര്യമുണ്ടോ? അപ്പോൾ മനസ്സിലാകും ആരാണ് ഈഴവരുടെയും ദളിതരുടെയും മുസ്ലിമുകളുടെയും പിന്നാക്ക ക്രൈസ്തവരുടെയും അവകാശ അധികാരങ്ങൾ കവരുന്നതെന്ന്. അതിനൊന്നും മുതിരാതെ ഇസ്ലാമോഫോബിയ എന്ന സംഘപരിവാർ അജണ്ട ഈഴവരിലേക്കും പടർത്താനാണ് വെള്ളാപ്പള്ളിയുടെ കുടിലതന്ത്രം. ഇനി മന്ത്രിസഭയിലെ പ്രാതിനിധ്യ പ്രശ്നമാണ് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, വ്യവസായം, ധനകാര്യം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന് കൂടി പരിശോധിക്കണം. എല്ലാവരും നായർ സമുദായാംഗങ്ങളല്ലേ? അതേക്കുറിച്ച് വെള്ളാപ്പള്ളിക്ക് മിണ്ടാട്ടമില്ലേ? ഒപ്പം കാലങ്ങളായി പല പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളാകുന്നവരും ജയിച്ചു വരുന്നവരും ബോർഡ്, കോർപ്പറേഷൻ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ആരൊക്കെയാണെന്ന കണക്കുകൂടി വെള്ളാപ്പള്ളി പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടങ്ങളിലൊക്കെ ജനസംഖ്യാനുപാതത്തിന് തുല്യമായോ അധികമായോ വല്ലതും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുകൊടുക്കാൻ മുസ്ലിം സമുദായത്തിന് ലവലേശം മടിയില്ല. മറിച്ചാണെങ്കിൽ അനർഹമായ അധികാരങ്ങൾ ഒഴിയാൻ അത് കയ്യിൽ വെച്ചിരിക്കുന്നവർ തയ്യാറാകുമോ? ആ ആവശ്യവുമായി ഈഴവ പ്രേമം നടിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ രംഗത്തിറങ്ങുമോ? വെള്ളാപ്പള്ളിയെ പോലെ കാലങ്ങളായി സംഘപരിവാർ പ്രൊഫൈലുകൾ പ്രചരിപ്പിക്കുന്ന മറ്റൊരു കള്ളമാണ് സംസ്ഥാനത്തെ മദ്രസ അധ്യാപകരുടെ ശമ്പളം സർക്കാർ ഖജനാവിൽ നിന്നാണെന്ന്. മദ്രസ അധ്യാപകരെ ക്ഷേമനിധി ബോർഡിൽ ഉൾപ്പെടുത്തി എന്നതിനപ്പുറം ഒരു ആനുകൂല്യവും സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. സമുദായ നേതാക്കളും RSS അനുകൂലികളും ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ ആവർത്തിക്കുമ്പോഴും ഇതൊക്കെ കഴമ്പില്ലാത്ത ആരോപണങ്ങളാണെന്ന് പറയാനോ വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മടിച്ചിരിക്കുന്നത്? നിരന്തരം വ്യാജം പറയുകയും കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ മലീമസമാക്കുകയും ചെയ്യുന്ന നടേശനെ പോലെയുള്ളവർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ആരാണ് സർക്കാരിനെ വിലക്കുന്നത്? മൈക്രോ ഫിനാൻസ് ഉൾപ്പെടെയുള്ള തട്ടിപ്പു കേസുകളിൽ പ്രതിയായ ഒരാൾ എങ്ങനെയാണ് ഇത്ര സമർത്ഥമായി അതിൽ നിന്നെല്ലാം ഊരിപ്പോരുന്നത്? ഇത്രമേൽ അപരമത വിദ്വേഷം പടർത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ എങ്ങനെയാണ് നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത്? വോട്ട് ബാങ്കിനെ കുറിച്ചുള്ള ഭയമാണെങ്കിൽ കേരളത്തിലെ 90% ഈഴവരും വെള്ളാപ്പള്ളി നടേശന്റെയോ അദ്ദേഹം നേതൃത്വം നൽകുന്ന SNDPയുടെയോ തിട്ടൂരം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരോ ചിന്തിക്കുന്നവരോ അല്ലെന്ന വസ്തുതയെങ്കിലും ഇടതുപക്ഷ സർക്കാർ മനസ്സിലാക്കണം. വെള്ളാപ്പള്ളിയുടെ വിഷം ചീറ്റലിൽ UDF നേതൃത്വം തുടരുന്ന മൗനവും കപടപരവും അപകടകരവും തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത്.